ദൈവത്തെ ഓർത്തു വാഴ്ത്താൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ഒറ്റയടിക്ക് വളരെ ദുരൂഹമായ ഒരു വചനം ദൈവം നമുക്കിന്ന് തരുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 17:13. സഹായം ലഭിക്കുമെന്നുള്ള ആന്തരികമായ പ്രതീക്ഷ എത്രത്തോളം ദുർബലമാണോ അത്രത്തോളം പീഡനത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള അജ്ഞതയെ ഭയം ഇഷ്ടപ്പെടുന്നു. പെട്ടെന്ന് വല്ല മനസ്സിലായോ? എനിക്കും നിങ്ങൾക്കും ഒന്നും മനസ്സിലാകാൻ വഴിയില്ല. സഹായം ദൈവം തരുമെന്നുള്ള ആന്തരികമായ പ്രചോദനം നമ്മളിൽ ശക്തമല്ലാതെ വരുമ്പോൾ, ഏത് കെണിയിലും കുരുക്കിലും എന്റെ ദൈവം എന്നെ തൊട്ടാലേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ എന്ന ഉൾബോധ്യം നിനക്കോ എനിക്കോ ശക്തമല്ലാതെ വരുമ്പോൾ നാം എന്തെടുക്കുന്നറിയാവോ? നാം കിടക്കുന്ന കെണികൾ, നാം അനുഭവിക്കുന്ന വേദനകൾ, അതിന്റെ കാരണം രോഗമാകട്ടെ, നിന്ദനമാകട്ടെ, തടസ്സമായിരിക്കട്ടെ, കെണിയായിരിക്കട്ടെ, പരിഹാസമായിരിക്കട്ടെ, ഇതിന്റെയൊക്കെ കാരണത്തെ കുറിച്ച് അറിയണമെന്നൊരു ആഗ്രഹമില്ല. നമ്മൾ പറയും ഞാൻ സഹിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, ഇത്രമാത്രം പറഞ്ഞ് സഹിച്ച് ദുഃഖിച്ച് ആ ദുഃഖത്തിൽ അങ്ങ് കിടക്കും. പീഡനത്തിന്റെ കാരണത്തെക്കുറിച്ച് അറിയാൻ ഉൾഭയം നമ്മെ സമ്മതിക്കില്ല. നമ്മൾ വെറുതെ ഈ ഭയം മുഖാന്തരം പീഡനത്തിന്റെയും ദുരിതത്തിന്റെയും സങ്കടത്തിന്റെയും കാരണമൊന്നും തപ്പാതെ വെറുതെ ആ സഹനം അങ്ങ് പൊക്കിപ്പിടിച്ച് ആനന്ദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സഹായം ലഭിക്കുമെന്ന് ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുമ്പം പീഡനത്തിന്റെ, ദുരിതത്തിന്റെ, സഹനത്തിന്റെ കാരണം തപ്പിയെടുത്ത് അത് പൊക്കിയെടുത്ത് വേരോടെ പൊട്ടിച്ചു കളഞ്ഞ് ഭയത്തെ ദൂരീകരിക്കാൻ നിനക്കിടവരുത്തും. സഹോദര, നീ ഇപ്പൊ പല ഗണികളിലും ഭാരത്തിലും വിഷാദത്തിലുമാണ്. വിഷാദവും ഭാരവും അനുഭവിച്ചയാളെന്ന നിലയ്ക്ക് പറയുക. ഈ വിഷാദത്തിന്റെയും ദുരിതത്തിന്റെയും കാരണം തപ്പിപ്പോയി അതിനെ വേരോടെ പൊട്ടിച്ചു കളയാൻ നിനക്ക് കഴിയണമെങ്കിൽ സഹായം ലഭിക്കും, ഞാനിതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ഉൾവിശ്വാസം യേശു കർത്താവിൽ നിനക്ക് പൂർണ്ണമാകണം. നിരന്തരം അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം. ആമേൻ.